ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2022 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ശ്ലൈഹിക ലേഖനം പ്രസിദ്ധം ചെയ്തു. ദെസിദേരിയോ ദെസിദെരാവി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 15 വാക്യമാണ്. വാഞ്ചയോടെ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് നമ്മൾ ചിലപ്പോൾ തർജ്ജമ ചെയ്യുക. മോഹത്തോടെ ഞാൻ കൊതിച്ചു, വലിയ ആഗ്രഹത്തോടെ ഞാൻ മോഹിച്ചു, അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാം. ഈ പെസഹ, പീഡാനുഭവത്തിന് മുമ്പ് ഈ പെസഹ നിങ്ങളോട് കൂടെ ആചരിക്കാൻ ഞാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. ഐ ഡിസയേർഡ് വിത്ത് ഗ്രേറ്റ് ഡിസയർ. അതീവ മോഹത്തോടെ ഞാൻ ആഗ്രഹിച്ചു, അതീവ മോഹത്തോടെ ഞാൻ മോഹിച്ചു ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിക്കാൻ. പീഡാനുഭവത്തിന് മുമ്പ് ഈ പെസഹ നിങ്ങളോട് കൂടെ ഭക്ഷിക്കാൻ ഞാൻ അതിയായ വാഞ്ചയോടെ മോഹിച്ചു, അതിയായ വാഞ്ചയോടെ മോഹിച്ചു. അതാണ് ദെസിദേരിയോ ദെസിദെരാവി. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 22:15 അത് കോട്ട് ചെയ്തിട്ടാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ശ്ലൈഹിക ലേഖനം ആരംഭിക്കുന്നത്. അത് ലിറ്റർജിയെക്കുറിച്ചാണ്. ലിറ്റർജിയെക്കുറിച്ച് അതിലത്തെ ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ 2022 മാർപ്പാപ്പ അത് ഇറക്കിയത്. ഇതൊരു വെറും എൻ്റെ ഒരു വ്യക്തിപരമായ ഊഹമാണ്. ഈ എറണാകുളത്തെ കുർബാന പ്രശ്നം 2021 വീണ്ടും രൂക്ഷമാകുന്നത്. ഇത് മെത്രാന്മാരുടെ സമിതി തീരുമാനിച്ചു ഏകീകൃത കുർബാന ചൊല്ലണം. അപ്പോഴാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൂടി ഈ ലിറ്റർജിയെക്കുറിച്ച് ഈ ശ്ലൈഹിക ലേഖനം എഴുതാൻ മാർപ്പാപ്പയെ അതുകൂടി പ്രേരിപ്പിച്ചിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം അതിലെ വചനങ്ങൾ, ഈ ശ്ലൈഹിക ലേഖനത്തിലെ വചനങ്ങൾ ഇതിലേക്ക് കൈചൂണ്ടുന്നു എന്നാണ് എൻ്റെ ഒരു റീഡിംഗ് ആണ്. ശരിയാകാം, തെറ്റാകാം. ഈ ശ്ലൈഹിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതാണ് 60ാമത്തെ ഖണ്ഡം. ക്രിസ്തുവിൻ്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകിയതിലൂടെയാണ് സഭയിലെ കൂദാശകൾ സ്ഥാപിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകിയതിലൂടെയാണ് സഭയിലെ കൂദാശകൾ സ്ഥാപിക്കപ്പെട്ടത്. അത് തന്നെയാണ് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കേന്ദ്രം. ക്രിസ്തുവിൻ്റെ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട പാർശ്വം. അതിനാൽ ക്രിസ്തുവിൻ്റെ അടയാളമായ അൾത്താരയുടെ കേന്ദ്രസ്ഥാനം പുരോഹിതൻ അപഹരിക്കുന്നില്ല. ഈ ക്രിസ്തുവിൻ്റെ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നാണ് രക്തവും വെള്ളവും ഒഴുകുന്നത്. അതാണ് കൂദാശകളുടെ സ്ഥാപനം. അതുതന്നെയാണ് സ്തുതിയുടെയും കൃതജ്ഞതയും കേന്ദ്രം. അതിനാൽ ക്രിസ്തുവിൻ്റെ അടയാളമായ അൾത്താരയുടെ കേന്ദ്രസ്ഥാനം പുരോഹിതൻ അപഹരിക്കരുത്. അൾത്താരയ്ക്ക് കിട്ടേണ്ട പ്രാധാന്യം അത് പുരോഹിതൻ കവർച്ച ചെയ്ത് കൊണ്ടുപോകരുത്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ 2022 എഴുതിയ ശ്ലൈഹിക ലേഖനത്തിലെ ഒരു വചനമാണ്. ഇനി അതിലെ 21ാം ഖണ്ഡം ഒറ്റ വരി മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം വത്തിക്കാൻ്റെ സൈറ്റിൽ കിട്ടും. മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് ലിറ്റർജി. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് ലിറ്റർജി. സാക്രോസാങ്ക്തും കൊൺസീലിയം എന്ന് പറഞ്ഞിട്ടുള്ള 2ാമത്തെ സൂനോദോസിൻ്റെ ഡോക്യുമെൻറ്റിലെ 7ാമത്തെ ഖണ്ഡം, സാക്രോസാങ്ക്തും കൊൺസീലിയം 7ാമത്തെ ഖണ്ഡം കോട്ട് ചെയ്തിട്ടാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് ലിറ്റർജി. എന്നിട്ട് 23ാമത്തെ ഖണ്ഡം നമുക്കിവിടെ വളരെ വ്യക്തമായി സംസാരിക്കാം. മാർപ്പാപ്പ പറയാണ്, ലിറ്റർജിയുടെ ആഘോഷത്തിലെ എല്ലാ ഘടകങ്ങളും വളരെ മനസ്സിരുത്തി ചെയ്യണം. എന്നിട്ട് എന്തൊക്കെയാണ് ഘടകങ്ങളെന്ന് മാർപ്പാപ്പ അക്കമിട്ട് എഴുതിയിരിക്കുക. സ്ഥലം, സമയം, ആംഗ്യങ്ങൾ, വാക്കുകൾ, വസ്തുക്കൾ, തിരുവസ്ത്രങ്ങൾ, പാട്ടുകൾ, സംഗീതം, എല്ലാ അനുഷ്ഠാന വിധികളും കൃത്യമായി പാലിക്കണം. അങ്ങനെ ചെയ്താൽ തന്നെ വിശ്വാസി സമൂഹത്തിന് അർഹമായത് അപഹരിക്കപ്പെടില്ല, തട്ടിയെടുക്കപ്പെടുന്നില്ല. ലിറ്റർജിയുടെ ആഘോഷത്തിലെ എല്ലാ ഘടകങ്ങളും മനസ്സിരുത്തി ചെയ്താൽ, സ്ഥലം, സമയം, ആംഗ്യങ്ങൾ, വാക്കുകൾ, വസ്തുക്കൾ, തിരുവസ്ത്രങ്ങൾ, പാട്ടുകൾ, സംഗീതം, എല്ലാ അനുഷ്ഠാന വിധികളും കൃത്യമായി പാലിച്ചാൽ വിശ്വാസി സമൂഹത്തിന്, ആത്മായ സമൂഹത്തിന് അർഹമായത് അപഹരിക്കപ്പെടുകയില്ല, തട്ടിയെടുക്കപ്പെടുകയില്ല. അതായത് മാർപ്പാപ്പ പറയാണ്, സഭ നിർദ്ദേശിച്ച് തന്നിരിക്കുന്ന ആചാരവിധികൾ അനുസരിച്ച് പെസഹ രഹസ്യം പരികർമ്മം ചെയ്യണം. സഭ നിർദ്ദേശിച്ച് തന്നിരിക്കുന്ന
ആചാരവിധികൾ അനുസരിച്ച്, അനുഷ്ഠാന വിധികൾ അനുസരിച്ച് പെസഹ രഹസ്യം പുരോഹിതന്മാർ പരികർമ്മം ചെയ്യണം. ഇത് 2022 ഡോക്യുമെൻ്റാണ്. ഈ നിലപാട് മാർപ്പാപ്പ വേറെ ഒരുപാട് രേഖകളെല്ലാം കോട്ട് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സഭയുടെ എക്കാലത്തെയും നിലപാട് ഇതാണ്. അപ്പോൾ എക്കാലത്തെയും നിലപാട് ഇതാണ്. പണ്ടും തന്നെ നിലപാട്, ഇപ്പോഴും തന്നെ നിലപാട് ലിറ്റർജിയുടെ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സംഗതിയിലേക്ക് ഞാൻ കഴിച്ചുകൊണ്ടാണ്, പാറേക്കട്ടിൽ പിതാവ് സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ലിറ്റർജി പരികർമ്മം ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ, ലിറ്റർജി സഭയുടെ ദൃഷ്ടിയിൽ എന്നല്ലേ വേണ്ടത്, ലിറ്റർജി സഭയുടെ ദൃഷ്ടിയിൽ. അതിന് പകരം ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ. എൻ്റെ ദൃഷ്ടിയാണ് പ്രശ്നം. ഈഗോ, എനിക്ക് സഭയേക്കാൾ വലിയ ജ്ഞാനം എനിക്കുണ്ട് എന്നൊരു വ്യക്തിക്ക് തോന്നിയാൽ അവിടെയാണ് പാഷാണ്ഡതയും ശീഷ്മയും ഉണ്ടാകുന്നത്. സഭയേക്കാൾ, കർത്താവിനേക്കാൾ, തിരുവചനത്തെക്കാൾ, സഭാപിതാക്കന്മാരെക്കാൾ, സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെക്കാൾ എനിക്ക് കൂടുതൽ അറിവുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവിടെ പാഷാണ്ഡത തുടങ്ങുന്നു, ശീഷ്മ തുടങ്ങുന്നു. അങ്ങനെയാണ് ഈ പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാര്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റുകാര്, എംപറർ ഇമ്മാനുവേൽ, ഇവരൊക്കെ സഭയിൽ നിന്ന് പുറത്തു പോയതിന് കാരണം അതാണ്. യേശുക്രിസ്തുവിനേക്കാൾ, തിരുവഴുത്തുകളേക്കാൾ, സഭയേക്കാൾ, സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെക്കാൾ, സഭാപിതാക്കന്മാരെക്കാൾ വെളിപാട് എനിക്കുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽ ഇതാണ് ശരി. അങ്ങനെ പാറക്കാട്ടിൽ പിതാവിന് എൻ്റെ ദൃഷ്ടി, അതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളിയുടെ ദൃഷ്ടിയാണ് പ്രശ്നം. സഭയുടെ ദൃഷ്ടിയെ കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ തോന്നിവാസങ്ങളെല്ലാം കുത്തി നിറച്ച് അത് കൃത്യമായി അറിയിക്കാതെ 1968 ഒരല്പം ഗൂഢതന്ത്രത്തിലൂടെ ഒരു കുർബാന തക്സ ഒപ്പിച്ചെടുത്തു. അത് പ്രസാദനം ചെയ്തു. അങ്ങനെ ആരുടെയും അനുവാദമില്ലാതെ തക്സയിൽ പോലും പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി, അദ്ദേഹം തയ്യാറാക്കിയ തക്സയ്ക്ക് വിരുദ്ധമായി ജനാഭിമുഖ കുർബാന തുടങ്ങി. എന്തായിരുന്നു അതിൻ്റെ അനന്തരഫലം, തിക്തഫലം? സഭയിൽ ആകെ ആശയക്കുഴപ്പം, അരാജകത്വം, അസ്വസ്ഥത, അസമാധാനം. അത് അടുത്ത ഘട്ടത്തിലേക്ക് നയിച്ചു. എന്താണ്? ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള കുർബാനക്രമം, ഓരോ അച്ഛനും ഓരോ രീതി. ഇങ്ങനെ അനിശ്ചിതത്വം സഭയെ മൊത്തത്തിൽ ബാധിച്ചു. സഭയുടെ അന്തരീക്ഷം മുഴുവൻ ഈ അനൈക്യമായി. ഓരോ അച്ഛനും തോന്നിയ പോലെ ചെയ്യാം എന്നായി. അങ്ങനെ അത് കുറച്ചുകൂടി വലിപ്പം വെച്ച് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായി മാറിയ ആ സന്ദർഭത്തിൽ ബാംഗ്ലൂരിലെ ധർമാരം വിദ്യാക്ഷേത്രം ഇന്ത്യൻ സഭയ്ക്കുള്ള ദിവ്യബലി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവ്യബലി ഉണ്ടാക്കി. ബാംഗ്ലൂരിലെ NBCLC, കർദിനാൾ ലൂർദ് സാമയുടെ അനിയൻ ഫാദർ അമലോർ ആരംഭിച്ച NBCLC, അത് ഭാരതീയ പൂജ, നിലത്തിരുന്ന് ഈ ഹിന്ദു ആചാരപ്രകാരമുള്ള ഷോളൊക്കെ ഇട്ട് സ്വാഹ സ്വാഹ എന്നൊക്കെ പറയുന്ന പോലെ ആരതിയൊക്കെ അർപ്പിച്ചുള്ള ഭാരതീയ പൂജ, ഓം ഒക്കെ വെച്ചിട്ടുള്ള ഭാരതീയ പൂജ. എറണാകുളം അതിരൂപത അവതരിപ്പിച്ച മിനി മാസ്, 15 മിനിറ്റ് കൊണ്ട് ചൊല്ലാവുന്ന, അതായത് ഒരു കടത്ത് കഴിക്കുന്ന രീതിയിൽ ചൊല്ലാവുന്ന ഒരു മിനി മാസ്. പിന്നെ ആബേലച്ചൻ 4 ആരാധനക്രമങ്ങൾ തയ്യാറാക്കി, 4 ലിറ്റർജി. ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ വേണമെങ്കിൽ പോൾ പള്ളത്തിൻ്റെ റെസ്റ്റോറേഷൻ ആൻഡ് റിഫോം ഓഫ് സീറോ മലബാർ മിസൽ, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഫ്രം 1954 to 1969, 384, 385 പേജുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ ലിറ്റർജിക്കൽ അരാജകത്വത്തിന് വിരാമമിടണം. മാത്രമല്ല 1986 മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാനായിട്ട് വരുന്നു. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വത്തിക്കാൻ ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ 80, 83, 85 റോം സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. ഈ ലിറ്റർജിക്കൽ അരാജകത്വം, ഈ അനൈക്യം അവസാനിപ്പിക്കണം. ഇക്കാര്യം മോൺസിഞ്ഞോർ നരികുളം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് റോം ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഞങ്ങൾ സമ്മതിച്ചില്ല. മാർപ്പാപ്പ ആവശ്യപ്പെട്ടു, ഞങ്ങൾ സമ്മതിച്ചില്ല. ഈ ജനാഭിമുഖം തന്നെ ഞങ്ങളുടെ ഒരു സംഭാവനയാണ്. എറണാകുളത്തിൻ്റെ സംഭാവനയാണ് മണിയടി. എറണാകുളത്തിൻ്റെ സംഭാവനയാണ് പിതാവിനും പുത്രനും വെച്ച് തുടങ്ങുന്നത്. എറണാകുളത്തിൻ്റെ സംഭാവനയാണ് ദേവാലയം എടുത്തു കളഞ്ഞത്. എറണാകുളത്തിൻ്റെ സംഭാവനയാണ് മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടും തക്സയെ പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ചുകൊണ്ടും ഇല്ലാത്ത കാര്യം അർപ്പിച്ച് ജനാഭിമുഖ കുർബാന അർപ്പിച്ചത്. അത് ഞങ്ങളുടെ എറണാകുളത്തിൻ്റെ സംഭാവനയാണ്. ആ സംഭാവനയാണ് ഇപ്പം നിർത്തലാക്കാനായിട്ട് അവർ മടിക്കുന്നത്. കാരണം എന്താ?
ധിക്കാരത്തിൽ തുടങ്ങിയ സംഗതി ധിക്കരിച്ചുകൊണ്ടല്ലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അതാണ് പ്രശ്നം. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിച്ചില്ല. 80-ൽ വത്തിക്കാൻ ആവശ്യപ്പെട്ടു, ഞങ്ങൾ സമ്മതിച്ചില്ല. 83-ൽ വത്തിക്കാൻ ആവശ്യപ്പെട്ടു, ഞങ്ങൾ എറണാകുളം സമ്മതിച്ചില്ല. 85-ൽ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു, ഞങ്ങൾ സമ്മതിച്ചില്ല. ഈ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, നരികുളം അച്ഛൻ്റെ വാക്കുകളാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല, അദ്ദേഹം പറഞ്ഞ ടോണിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എറണാകുളം വഴങ്ങിയില്ല. അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെ. അതിനാൽ നമുക്ക് ഈ 83-ലൊക്കെ ആ ഇടപെടൽ എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി വിശദമായി കാണാം. 1980 ഓഗസ്റ്റ് 12 സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് അയച്ച കത്തിൽ പൗരസ്ത്യ തിരുസംഘം ഇങ്ങനെ എഴുതി: 1968 കേവലം 2 വത്സരത്തേക്ക് പരീക്ഷണാർത്ഥം നൽകിയ തക്സയിൽ നിന്ന് 1962 തക്സയിലെ ആദ് ഓറിയന്തം എന്ന് വെച്ചാൽ കിഴക്കോട്ട് തിരിഞ്ഞ് ആ തക്സയിലെ ആദ് ഓറിയന്തം കുർബാനയിലേക്ക്, കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാനയിലേക്ക് വീണ്ടെടുക്കപ്പെട്ട പ്രാർത്ഥന ആരാധനക്രമത്തിലേക്ക്, പ്രാർത്ഥനത്തിൽ പുരാതന, തിരിച്ചു പോകണം. ഞാൻ ഒന്നുകൂടി വായിക്കുക. 1968 കേവലം 2 വത്സരത്തേക്ക് പരീക്ഷണാർത്ഥം നൽകിയ തക്സയിൽ നിന്ന് 1962 തക്സയിലെ ആദ് ഓറിയന്തം കുർബാനയിലേക്ക്, കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാനയിലേക്ക് വീണ്ടെടുക്കപ്പെട്ട പുരാതന ആരാധനക്രമത്തിലേക്ക് തിരിച്ചു പോകണം. റിപ്പോർട്ട് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ലിറ്റർജിക്കൽ റിഫോം ഇൻ ദ സീറോ മലബാർ ചർച്ച്, ഡോക്ടർ തോമസ് മണ്ണൂരം പറമ്പിൽ, ഹിസ്റ്ററി ഓഫ് ദ സീറോ മലബാർ കുർബാന, പേജ് 344. ഞാൻ രേഖകൾ സൂചിപ്പിക്കുന്നത് അത് പോയി വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. കൃത്യം രേഖലാടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് 1980 ഓഗസ്റ്റ് 12 സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് പൗരസ്ത്യ തിരുസംഘം അറിയിച്ചതാണ് റോമിൽ നിന്ന്. ഇതാണ് ഈ നരികുളച്ചൻ പറഞ്ഞത്. ഞങ്ങൾ അത് പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പൗരസ്ത്യ തിരുസംഘം മാർപ്പാപ്പയ്ക്ക് പലതും പറയും. ഞങ്ങൾക്ക് എറണാകുളത്തിന് സ്റ്റാൻഡ് ഉണ്ട്, അത് മാറാൻ ഞങ്ങൾ തയ്യാറല്ല. അത് മാർപ്പാപ്പയെ ധിക്കരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ചെയ്യില്ല. അതാണ് നരികുളച്ചൻ പറഞ്ഞത്. അതാണ് ഇപ്പോൾ എറണാകുളത്ത് വൈദികർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1983 റോം ഇടപെട്ടു എന്ന് നരികുളച്ചൻ പറയുന്നുണ്ട്. എന്താണ് ആ രേഖയിൽ പറയുന്നത്? 1983 രേഖയിൽ പൗരസ്ത്യ തിരുസംഘം സീറോ മലബാർ സഭയോട് പറഞ്ഞത് ഇങ്ങനെ: ജനാഭിമുഖം എന്ന മറ്റൊരു പാശ്ചാത്യവൽക്കരണത്തിനു വേണ്ടി കിഴക്കോട്ട് തിരിയുകയെന്ന പരമ്പരാഗത നിലപാട് സീറോ മലബാർ സഭ ഉപേക്ഷിക്കരുത്. ജനാഭിമുഖം എന്ന മറ്റൊരു പാശ്ചാത്യവൽക്കരണത്തിനു വേണ്ടി കിഴക്കോട്ട് തിരിയുകയെന്ന പരമ്പരാഗത നിലപാട് സീറോ മലബാർ സഭ ഉപേക്ഷിക്കരുത്. സാക്ര കോൺഗ്രിഗാസിയോ പ്രോ എക്ലേസീസ് ഓറിയന്താലിബുസ് എന്ന് പറഞ്ഞിട്ടുള്ള രേഖ വഴിയാണ് ഇത് അറിയിച്ചത്. 1985 ജൂലൈ 24 പൗരസ്ത്യ തിരുസംഘം സീറോ മലബാർ സഭയെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു: ജനങ്ങളുടെ മുമ്പിൽ അവരോടൊപ്പം ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥനയിൽ അവരെ നയിക്കുകയാണ്. ജനങ്ങളുടെ മുൻപിൽ അവരോടൊപ്പം ഒരേ ദിശയിലേക്ക്, അവർ തിരിഞ്ഞു നിൽക്കുന്ന ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥനയിൽ അവരെ നയിക്കുകയാണ്. അതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കണം. പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരമില്ലാതെയാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത്. ഇക്കാര്യത്തിൽ ആദർശപരം എന്ന് പറയുന്നത് ആദ് ഓറിയന്തമാണ്. അതായത് കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന. കിഴക്കോട്ട് തിരിയാൻ പറ്റില്ലെങ്കിൽ ദൈവോന്മുഖം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ആൾത്താരാഭിമുഖം, കർത്താവിലേക്ക് തിരിഞ്ഞ്. നമ്മുടെ വീട്ടിലെല്ലാം കുർബാന പ്രാർത്ഥന അങ്ങനെയല്ലേ ചൊല്ലുന്നേ? അതിന് ചുമര് നോക്കി കുർബാന എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ചുമര് നോക്കി പ്രാർത്ഥന എന്നാണ് പറയണേ. ചുമര് നോക്കി ജപമാല എന്നാണ് പറയണേ, അല്ലേ? ഈ വിമത വൈദികരുടെ വീട്ടിൽ കൊന്ത നമസ്കാരമൊക്കെ ഇല്ലേ? നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെയും ചേട്ടന്മാരും അനിയന്മാരൊക്കെ കൊന്ത ചൊല്ലുന്നില്ലേ? നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കൊന്ത ചൊല്ലാറില്ലേ? അത് നിങ്ങൾ ചുമരിലേക്ക് നോക്കിയിട്ടല്ലേ അവിടെ നിൽക്കുന്നത്. അതിന് നിങ്ങൾ ചുമര് നോക്കി ജപമാല എന്ന് പറയാറുണ്ടോ? ഈ കുർബാനയ്ക്ക് തിരിയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചുമര് നോക്കി കുർബാനയാവണേ? നിങ്ങളുടെ വീട്ടിൽ ആരാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഇല്ലേ, ചിലപ്പോൾ മക്കളായിരിക്കാം, ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം. അതുകൊണ്ട് അപ്പൻ്റെ പൃഷ്ഠജപമാല, അമ്മയുടെ പൃഷ്ഠജപമാല എന്നൊക്കെ നിങ്ങൾ പറയുമോ?
അവർ മുട്ടുകുത്തുന്ന പുറകിലല്ലേ നമ്മൾ മുട്ടുകുത്തുന്നത് പലപ്പോഴും. ഈ കുർബാനയുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് തലതിരിയണേ? ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് പകരം ഈ ജനങ്ങളിലേക്ക് തിരിയുന്നതിന്റെ കാരണം എന്താണ്? ഇക്കാര്യത്തിൽ പാരമ്പര്യമാണ് ആദർശപരം, അതായത് ഓറിയന്തമാണ് ആദർശപരം. അതാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇംഗിതവും. 3, ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്നത് പൗരസ്ത്യം എന്ന പേരിന് അർഹതയുള്ള ഏതൊരു പാരമ്പര്യത്തിലും ആരാധനയോടുള്ള അടിസ്ഥാനപരമായ സമീപനത്തിന് തികച്ചും വിരുദ്ധമാണ്. ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്നത് പൗരസ്ത്യം, ഓറിയന്തം എന്ന പേരിന് അർഹതയുള്ള ഏതൊരു പാരമ്പര്യത്തിലും ആരാധനയോടുള്ള അടിസ്ഥാനപരമായ സമീപനത്തിന് തികച്ചും വിരുദ്ധമാണ്. പൗരസ്ത്യ സഭകള് ജനാഭിമുഖമായി കുർബാന അർപ്പിക്കില്ല. സീറോ മലബാർ സഭ പൗരസ്ത്യ സഭയാണ്, അതിനാൽ ജനാഭിമുഖം പറ്റില്ല. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ജനാഭിമുഖം പറ്റില്ല. വളരെ സിമ്പിൾ ലോജിക്കാണ്. പാശ്ചാത്യ സഭ ചെയ്യുന്ന പോലെയല്ല പൗരസ്ത്യ സഭകൾ ചെയ്യുക. പാശ്ചാത്യ സഭ പൗരസ്ത്യ സഭകളെയാണ് മാതൃകയാക്കുന്നത്, അല്ലാതെ പൗരസ്ത്യ സഭ പാശ്ചാത്യ സഭയെ മാതൃകയാക്കിയല്ല. കാരണം നമ്മുടെ കർത്താവ് യേശു പൗരസ്ത്യനായിരുന്നു. വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത് പൗരസ്ത്യ ദേശത്താണ്. പൗരസ്ത്യ ദേശത്താണ് പ്രധാനപ്പെട്ട സൂനദോസുകളൊക്കെ നടന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ലിറ്റർജിയുടെ കാര്യത്തിൽ പൗരസ്ത്യ സഭ ചെയ്തിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ് പാശ്ചാത്യ സഭയുടെ സംഭാവനയേക്കാൾ. എന്നുവെച്ച് പാശ്ചാത്യ സഭയെ മോശമാക്കൊന്നുമല്ല. പക്ഷേ ഒരാൾ സംഭാവന പറയുമ്പോൾ അത് പറയണമല്ലോ. അതിനാൽ പൗരസ്ത്യ സഭകൾ ജനാഭിമുഖമായി കുർബാന ചൊല്ലാറില്ല. ചിലയിടത്തെല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പം ഇറാഖിലെ കൽദായ ദേശത്ത് കുർബാന ചൊല്ലുന്നതിൽ അവര് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട് അതിജീവനത്തിന് തന്നെ ഇങ്ങനെ കഷ്ടിമുട്ടി ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ശരിയായ പാരമ്പര്യങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. നമുക്കങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ സിംഹാസനം നമ്മുടെ കാര്യത്തിൽ ഇത്ര താല്പര്യമെടുക്കുന്നത്. ഈ പുരാതന കുർബാന സജീവമായി നിൽക്കുന്ന ലോകത്തെ ഏക കമ്മ്യൂണിറ്റിയാണ് സീറോ മലബാർ സഭ. അതുകൊണ്ട് അതിൻ്റെ തനത് രൂപത്തിൽ, അതിൻ്റെ മൗലിക രൂപത്തിൽ വീണ്ടെടുക്കപ്പെടണമെന്ന്, അതും കത്തോലിക്ക സഭയിലെ 3ാമത്തെ വലിയ സഭയാണ് സീറോ മലബാർ സഭ. ആ സഭ, ഈ മൗലിക പാരമ്പര്യം സജീവമായി നിലനിർത്തുന്ന സഭ, അത് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം അതാണ്. മറ്റെല്ലാവരും നഷ്ടപ്പെട്ടു പോയി, ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ചിലയിടത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ. അത് തിരിച്ചെടുക്കണം, അത് പരിഹരിച്ച് വീണ്ടെടുക്കണം. പ്രാർത്ഥന രൂപം, അതിൻ്റെ പുരാതന രൂപം വീണ്ടെടുക്കണമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന് താല്പര്യമുണ്ട്. അതാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഇംഗിതം. അതിനാൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് പൗരസ്ത്യം എന്ന പേരിന് അർഹതയുള്ള ഏതൊരു പാരമ്പര്യത്തിലും ആരാധനയോടുള്ള അടിസ്ഥാനപരമായ സമീപനത്തിന് തികച്ചും വിരുദ്ധമാണ്. 4, അതിനാൽ ബലിപീഠത്തിൽ വൈദികൻ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം, അല്ലാതെ ജനാഭിമുഖമായി നിൽക്കരുത്. 5, പരീക്ഷണ കാലയളവിൽ നൽകപ്പെട്ടിരുന്ന അനുവാദങ്ങളും ആനുകൂല്യങ്ങളും പിൻവലിക്കപ്പെട്ടുവെന്ന സത്യം ഓർത്തുകൊണ്ട് ജനാഭിമുഖ കുർബാന അർപ്പണ രീതി നിലവിലിക്കുന്ന ഇടവകളിൽ അത് താൽക്കാലികമായെങ്കിലും സാധിക്കുന്നിടത്തോളം ഏറ്റവും ചുരുങ്ങിയ കാലത്തേക്കും ഇഷ്ടമില്ലെങ്കിലും അനുവദിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് 1985. അത് ജനാഭിമുഖ കുർബാന ശീലിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയൊരു കാലയളവ് എന്ന് വെച്ചാൽ മാർപ്പാപ്പ വരുന്നത് വരെ 85-86 മാർപ്പാപ്പ വന്ന് കുർബാന ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ആ ഒരു 5-6 മാസം ഇല്ലേ, ഈ 85 ജൂലൈ മാസത്തിലാണ് ഇത് നൽകുന്നത്. ജൂലൈ മാസത്തിൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ മാർപ്പാപ്പ വരും. അപ്പോൾ ഈ 5-6 മാസത്തിനുള്ളിൽ അജപാലനപരമായ ലക്ഷ്യത്തോടെ, മതബോധനപര ലക്ഷ്യത്തോടെ ഈ കുർബാന ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു 5-6 മാസത്തേക്ക് സമയം തരുന്നു. മാർപ്പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതോടെ അതിൻ്റെ കുർബാനയുടെ ശരിയായ രൂപം, ആയത് 1962 രൂപം, ദൈവോന്മുഖമായുള്ള കുർബാന, അത് ആരംഭിക്കണം എന്നാണ് പൗരസ്ത്യ തിരുസംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ എറണാകുളം ലോബി ഈ നിർദ്ദേശങ്ങളെ എതിർത്തുകൊണ്ടേയിരുന്നു. അനുവാദമോ അംഗീകാരമോ ഇല്ലാത്ത, ഒരു തക്സയിലും പ്രിന്റ് ചെയ്യാത്ത ഈ ജനാഭിമുഖ കുർബാന രീതി തുറന്നുകൊണ്ടിരുന്നു. ഇതിലെ ഈ കുതന്ത്രങ്ങളും സത്യമൊക്കെ അറിയാൻ
ഇല്ലേ അറിയാത്തവരും അറിയാൻ താല്പര്യമില്ലാത്തവരുമായ കുറേ ആളുകളുണ്ടായിരുന്നു, കുറേ രൂപതകളുണ്ടായിരുന്നു. അവരെല്ലാം ഈ എറണാകുളത്തെ അനുകരിച്ചു. ഇങ്ങനെ മാർപ്പാപ്പയെ സ്ഥിരമായിട്ട് ധിക്കരിക്കുന്ന ഒരാളെ കേരള സഭയിൽ ഒരു തലവനായി നിർത്തിക്കൊണ്ട് കേരള സഭയെ സന്ദർശിക്കാൻ മാർപ്പാപ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും പൗരസ്ത്യ തിരുസംഘത്തെയും സ്ഥിരമായിട്ട് 68 മുതൽ സ്ഥിരമായിട്ട് ധിക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കേരള സഭയിൽ ഒരു കർദിനാൾ സ്ഥാനത്തോ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനൊക്കെ ഇരിക്കുന്നത് റോമിന് താല്പര്യമില്ലായിരുന്നു. അതിനാൽ മാർപ്പാപ്പ വരുന്നതിന് മുൻപ് കർദിനാൾ പാറേക്കാട്ടിൽ രാജിവെക്കണമെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ 1953 സഹായ മെത്രാനായും 1956 മെത്രാപ്പൊലിത്തയായും 1969 കർദിനാളായും നിയമിച്ച പരിശുദ്ധ സിംഹാസനം തന്നെ അദ്ദേഹത്തോട് 1984 ജനുവരി 30 മെത്രാപ്പൊലിത്ത സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു 84. അതായത് മാർപ്പാപ്പ വരുമ്പോൾ ഈ കർദിനാൾ സ്ഥാനത്ത് കേരള സഭയുടെ തലപ്പത്ത് പാറേക്കാട്ടിൽ വേണ്ട. അങ്ങനെ വന്നാൽ മാർപ്പാപ്പയെ അനുസരിക്കാത്ത ധിക്കരിക്കുന്ന ആളുടെ സാന്നിധ്യത്തിൽ മാർപ്പാപ്പ വന്ന് നിൽക്കുക, അതൊരു മര്യാദകേടുണ്ടല്ലോ. അതുകൊണ്ടാണ് കർദിനാള് പാറേക്കാട്ടിലോട്ട് രാജിവെക്കാൻ പറഞ്ഞു മാർപ്പാപ്പ വരുന്നതിന് മുൻപ്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, തീർന്നില്ല. പാറേക്കാട്ടിൽ തയ്യാറാക്കിയ 1968 തക്സ പരിശുദ്ധ സിംഹാസനം 1985 റദ്ദാക്കി. 86 മാർപ്പാപ്പ വന്ന് പുതിയ കുർബാന ഉദ്ഘാടനം ചെയ്യണേ, നവീകരിച്ച കുർബാന. പുതിയ കുർബാന എന്ന് വെച്ചാൽ നവീകരിച്ച കുർബാന. അതിനു മുമ്പ് 1985 തന്നെ പാറേക്കാട്ടിൽ ഈ ആരംഭം കുറിച്ച അത് അനുവാദമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ആ തക്സങ്ങ് റദ്ദാക്കി. 1985 ഡിസംബർ 19 അന്നത്തെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അന്നത്തെ പ്രീഫെക്ടർന്ന ഡി സൈമൺ കർദിനാൾ ലൂർദ് സ്വാമി, തമിഴ്നാട്ടുകാരനാണ്, ഒപ്പുവെച്ച രേഖയിൽ ഡിക്രിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതിന് വിരുദ്ധമായതൊന്നിനും പ്രാബല്യം ഉണ്ടായിരിക്കുകയില്ല. അതായത് 1985 ഡിസംബർ 19 ഇത് ഇറക്കിയിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് മാർപ്പാപ്പ വരും കേരളത്തിൽ. അതുകൊണ്ടാണ് 1985 ഡിസംബർ 19 തന്നെ ഈ പാറേക്കാട്ടിൽ പിതാവ് തുടങ്ങി വെച്ച തക്സ അങ്ങ് റദ്ദാക്കി. 1986 ഫെബ്രുവരി 18 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് ഭാരതസഭയ്ക്ക് അഭിമാനിക്കാവുന്ന മഹാസംഭവത്തിൽ, അതായത് ചാവറേച്ചനെയും അൽഫോൻസമ്മയെയും ബെയാറ്റിഫൈ ചെയ്യുന്ന ആ സന്ദർഭത്തിൽ പുതിയ തക്സയനുസരിച്ച് കുർബാന അർപ്പിച്ചു. അതോടെ പഴയ തക്സ റദ്ദാവുകയും പുതിയ തക്സ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റും എറണാകുളം മെത്രാപ്പോലിത്തയുമായ ആന്റണി മാർ പടിയറ, ആരാധനക്രമത്തിന് വേണ്ടിയുള്ള സീറോ മലബാർ ബിഷപ്സ് കമ്മീഷൻ ചെയർമാൻ ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്ത ജോസഫ് മാർ പൗവത്തിൽ ഇവർ ഒപ്പിട്ടാണ് ഈ 1986 തക്സ പ്രസാദനം ചെയ്തത്. ആ തക്സയുടെ പ്രസ്താവനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിക്രിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഡിക്രി ഞാൻ വായിച്ചു, ഡിക്രിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പരിശുദ്ധ പിതാവ് കേരളക്കരയിൽ അജപാലക സന്ദർശനം നടത്തിയ അവസരത്തിൽ 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് വെച്ച് വന്യ ചാവറയച്ചനെയും അൽഫോൻസമ്മയും വാഴ്ത്തപ്പെട്ടവർ ഗണത്തിൽ ചേർക്കുന്നതിനായി ആദ്യമായി ഉപയോഗിച്ചതോടെ ഈ ടെക്സ്റ്റ്, ഈ തക്സ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 86 ഇങ്ങനെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞെങ്കിലും അത് രൂപതകൾ നടപ്പാക്കാൻ പിന്നെ 3 കൊല്ലം എടുത്തു. 1989 മുതലാണ് സീറോ മലബാർ സഭയിൽ ആകെ ഉപയോഗിക്കാനായിട്ട് തയ്യാറായത്. 1989 എനിക്ക് പട്ടം കിട്ടുന്നത്. ഈ 1989 തക്സ ഉപയോഗിച്ച് കുർബാന മുഴുവൻ ദൈവോന്മുഖമായി ചൊല്ലണമെന്നാണ്. മുഴുവൻ 1989 കുർബാന തക്സ എന്ന് പറഞ്ഞാൽ മുഴുവൻ കുർബാനയും ദൈവോന്മുഖമായിട്ടാണ്. പക്ഷെ 3 രൂപതകളാണ് അത് അതുപോലെ തന്നെ സ്വീകരിച്ചത്. മറ്റു ചിലർ ഈ തക്സയിൽ എഴുതാത്തതുപോലെ അത് തക്സയ്ക്ക് എഴുതിയിൽ വിപരീതമായിട്ട് ജനാഭിമുഖ കുർബാന അർപ്പിച്ചു. ഇങ്ങനെ പരിശുദ്ധമായ ആരാധനാക്രമത്തിൽ തോന്നിയാസങ്ങൾ തുടർക്കഥയായി. മാർപ്പാപ്പ വന്ന് കുർബാന ചൊല്ലി തക്സ പ്രാബല്യത്തിൽ വരുത്തി. 3 രൂപതകൾ അത് അനുസരിച്ചു, മറ്റ് രൂപതകൾ അത് അനുസരിച്ചില്ല. ധിക്കാരം തുടർക്കഥയായി. ഇപ്പം നമ്മൾ വിമത വൈദികരെ കുറ്റപ്പെടുത്തുന്നു. അവരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. വാസ്തവത്തിൽ ഈ ധിക്കാരം കുറച്ച് മെത്രാന്മാരും ചെയ്തിരുന്നു.
ഒരു പക്ഷേ ഇന്ന് മെത്രാന്മാരുടെ സിനഡിന് പരിശുദ്ധാത്മാവിൻ്റെ ആ വെളിവ് അല്ലെങ്കിൽ ആ ചങ്കൂറ്റം, ധീരത, അല്ലേ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിൽ ഒന്നാണ് ഈ ആത്മധൈര്യം. അത് വേണ്ടത്ര ഇല്ലാതെ പോയതിന് കാരണം, ദൈവികമായ കാരണം ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നൊരു പാരമ്പര്യത്തിൽ ചില മെത്രാന്മാരും പെട്ടു എന്നതുകൊണ്ടാണ്. ഇപ്പോഴും അങ്ങനെയുണ്ടല്ലോ, ഇപ്പോഴും അങ്ങനെ കുറച്ച് മെത്രാന്മാരുണ്ട്. എന്നിട്ട് അവരെയും പിന്നെയും പിന്താങ്ങുമ്പോൾ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്നത് തിന്മയ്ക്ക് ദൈവം കൊടുക്കുന്നൊരു ശിക്ഷയാണ്. തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് തിന്മയ്ക്ക് ദൈവം കൊടുക്കുന്നൊരു ശിക്ഷയാണ്. അതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ഹൃദയകാഠിന്യം. ഞാൻ വിചാരിക്കുന്നത് ഈ 86 മാർപ്പാപ്പ വന്ന ചൊല്ലി ആ കുർബാന ഉദ്ഘാടനം ചെയ്തിട്ടും കുറേ മെത്രാന്മാരും അതിനെ എതിർത്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ടത്ര പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഇപ്പോഴത്തെ മെത്രാൻ സമിതിക്ക് ഇല്ലാതെ പോകുന്നതെന്ന് ഞാൻ ദൈവികമായി ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ അത് മെത്രാന്മാർ തന്നെ തിരിച്ചറിയണം. ഈ ധിക്കാരത്തിൽ, അനുസരണക്കേടിൽ തുടർച്ചയായിട്ട് തുടരുന്നത് ദൈവത്തോട് ചെയ്യുന്ന വലിയ വെല്ലുവിളിയാണ്. നിങ്ങൾ എന്തൊക്കെ സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിലും, ഒരാൾ തെറ്റ് ചെയ്തിട്ട് ആളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ദൈവത്തിന് നിരക്കാത്തത് ചെയ്യാൻ പാടില്ല. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യാൻ പാടില്ല. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന ഒരു മെത്രാനെ, കുർബാനയെ, ആഭിചാര കുർബാന ചൊല്ലുന്ന ഒരച്ഛനെ എന്ത് ഐക്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും പിന്താങ്ങിയാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുകയില്ല, കർത്താവിന് ഇഷ്ടപ്പെടുകയില്ല. ഈ കുർബാനയെക്കുറിച്ചുള്ള, ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം പറഞ്ഞപ്പോൾ പലർക്കും ഇടർച്ചയുണ്ടായി. പലരും കർത്താവിനെ ഉപേക്ഷിച്ചു. യോഹന്നാൻ 6:60 മുതൽ 66 വരെ വായിച്ചു നോക്കുക. അവർ പിന്നീട് ഒരിക്കലും കർത്താവിനെ അനുഗമിച്ചില്ലെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ? പൊയ്ക്കോ. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ? പൊയ്ക്കോ. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. പക്ഷെ യൂദാസ് പോയി, തെറ്റിപ്പിരിഞ്ഞു പോയി. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് കർത്താവ് പറയുകയും ചെയ്തു. അപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തു എന്നൊറ്റ കാരണം കൊണ്ട് മെത്രാൻ ആകുന്നില്ല. യൂദാസിനെ പോലെ തെറ്റിപ്പിരിഞ്ഞ് പോകാം. മെത്രാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു എന്നൊറ്റ കാരണം കൊണ്ട് കർത്താവിനോട് ചേർന്നാണ് അവർ പോകുന്നത് എന്ന് കരുതാൻ പറ്റില്ല. കൊച്ചി രൂപത മെത്രാനെ 3 ദിവസം കൊണ്ടാണ് പുറത്താക്കിയത്. അദ്ദേഹം വളരെ ഗൗരവമായി തെറ്റ് ചെയ്ത് 3 ദിവസം കൊണ്ട്. സീറോ മലബാർ സഭ, അത് ലത്തീൻ സഭയിൽ സംഭവിച്ചതാണ്. അവിടെ ബന്ധപ്പെട്ട മെത്രാന്മാർ വത്തിക്കാനെ കാര്യം അറിയിച്ചു, ഒരു മെത്രാൻ നേരായ വഴിക്കല്ല പോകുന്നത്. 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മെത്രാൻ സ്ഥാനം പോയി. അത് സീറോ മലബാർ സഭയിലായിരുന്നെങ്കിലോ 30 കൊല്ലം കഴിഞ്ഞാലും മാറ്റുമോ? ഇതുകൊണ്ടാണ് വത്തിക്കാൻ പറയുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വം കരുത്തില്ല, അതിന് ദുർബലമാണ്. കാരണം ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ വിശുദ്ധ പാരമ്പര്യങ്ങൾ, സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ, വചനം, കൂദാശകൾ, അവയെക്കുറിച്ചുള്ള ബോധ്യം കുറവുണ്ട് സഭാ നേതൃത്വത്തിന്. അതുകൊണ്ടാണ് അതിന് കരുത്തില്ലാത്തത്, അതുകൊണ്ടാണ് ദുർബലമായിരിക്കുന്നത്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, പൊയ്ക്കോ എന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, അതിൽ നിങ്ങൾ ഒരുവൻ പിശാചാണെന്ന് കർത്താവിനെ പോലെ പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വേണം, പരിശുദ്ധാത്മാവിൻ്റെ തുറവി വേണം, അഭിഷേകം വേണം. അല്ലാതെ അയാൾ മെത്രാനാണല്ലോ, അതുകൊണ്ട് എന്ത് തോന്നിയാസം ചെയ്താലും ഞങ്ങളൊന്നും ചെയ്യില്ല, പറയില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. കൊച്ചി രൂപത മെത്രാൻ അങ്ങനെ തെറ്റ് ചെയ്തപ്പോൾ ലത്തീൻ മെത്രാന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തെ പിന്താങ്ങുകയല്ല ചെയ്തത്, വത്തിക്കാന് കാര്യം മറിച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. അതാണ് വിശ്വാസത്തോടും വചനത്തോടും സഭയോടും കൂറുള്ളവർ ചെയ്യുക. മറിച്ച് നീ എൻ്റെ പുറം മാന്തിയാൽ ഞാൻ നിന്റെ പുറം മാന്തി തരാം എന്നുള്ളൊരു നിലപാട് സഭാ നേതൃത്വം സ്വീകരിച്ചാൽ ഇപ്പം നമ്മൾ സീറോ മലബാർ സഭയിൽ കാണുന്ന ആ അഴകുഴമ്പൻ രീതിയെ ഉണ്ടാകൂ. വിശ്വാസത്തെയും കൂദാശകളെയും ഗൗരവമായി കാണാത്തവരുടെ പ്രശ്നമാണത്. അത് മാറാൻ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. സിനഡ് വരുന്നു, അതുകൊണ്ട് ആർച്ച് എപ്പിസ്കോപ്പൽ അസംബ്ലി വരുന്നു. അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിവുണ്ടാകാൻ, പ്രകാശമുണ്ടാകാൻ, ചൂടുണ്ടാകാൻ, അങ്ങനെ വിശ്വാസം, കൂദാശകൾ, തിരുവചനം അതിനോട് കൂറു പുലർത്താൻ, അതിനോടുള്ള ദൈവത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് താഴെ മതി മറ്റ് മെത്രാന്മാരുള്ള കൂറ് എന്ന് നമ്മുടെ സഭാ നേതൃത്വത്തിനും മെത്രാൻ സമിതിക്കും സിനഡിനും ഒക്കെ തോന്നാൻ, ആർച്ച് എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് തോന്നാൻ നമുക്ക് മുട്ടിപ്പാറ്റി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.